കുവൈത്തിലെ പോർട്ട് ഷുവൈബയിലുള്ള യുഎസ് സൈനിക കേന്ദ്രത്തിനു നേരെ ഇറാൻ നടത്തിയ ചാവേർ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 6 സൈനികരിൽ 4 പേരുടെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അമേരിക്കൻ സൈനികാസ്ഥാനമായ പെന്റഗൺ. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ പ്രഹരങ്ങളിലൊന്നായാണ് രാജ്യം ഇതിനെ കണക്കാക്കുന്നത്. അതേസമയം ഇറാന്റെ പുതിയ സുപ്രീം ലീഡർ മുജ്തബ ഖമേനി അധികാരമേറ്റതിനു പിന്നാലെ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യം വെച്ച് നടത്തുന്ന പുതിയ ആക്രമണങ്ങളിൽ ഇനി എന്ത് സംഭവിക്കുമെന്നത് കണ്ടു തന്നെ അറിയേണ്ടി വരും. ആരായിരുന്നു കൊല്ലപ്പെട്ട ആ പോരാളികൾ? അവരുടെ പശ്ചാത്തലം എന്താണ്? നമുക്കൊന്ന് പരിശോധിക്കാം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അത്യന്തം അപകടകരമായ തലത്തിലേക്ക് നീങ്ങുമ്പോഴാണ് കുവൈത്തിലെ ഡ്രോൺ ആക്രമണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. മാർച്ച് 1 പോർട്ട് ഷുഐബയിലെ സൈനിക കേന്ദ്രത്തിൽ നടന്ന ആളില്ലാ വിമാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട 4 സൈനികരെ ബുധനാഴ്ചയാണ് അഥവാ മാർച്ച് 4-നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രതിരോധ വകുപ്പ് തിരിച്ചറിഞ്ഞത്. അയോവയിലെ ഡെസ്മോയിൻസിലുള്ള 103ാമത് സസ്റ്റെയിൻമെന്റ് കമാൻഡിലേക്ക് നിയോഗിക്കപ്പെട്ടവരായിരുന്നു ഈ 4 സൈനികരും. ക്യാപ്റ്റൻ കോഡി എ ഖോർക്ക്, സാർജന്റ് ഫസ്റ്റ് ക്ലാസ് നോഹ എൽ ടൈർജൻസ്, സാർജന്റ് ഫസ്റ്റ് ക്ലാസ് നിക്കോൾ എം അമോർ, സാർജന്റ് ഡെക്ലാൻ ജെ കോഡി എന്നിവരാണ് ആ ധീരരായ പോരാളികൾ. ഇറാന്റെ ഡ്രോണുകൾ അമേരിക്കൻ പ്രതിരോധം തകർത്ത് താവളത്തിനുള്ളിൽ പതിച്ചപ്പോൾ ചിതറിയത് അമേരിക്കയുടെ അഭിമാനം കൂടിയാണ്. കൊല്ലപ്പെട്ടവരിൽ ഏറ്റവും സീനിയറായ ഉദ്യോഗസ്ഥനായിരുന്നു 35 വയസ്സുകാരനായ ക്യാപ്റ്റൻ കോഡി എ ഖോർക്ക്. ഫ്ലോറിഡയിലെ ലേക്ക്ലാൻഡിൽ താമസിക്കുന്ന അദ്ദേഹം ഒരു ദശാബ്ദത്തിലേറെയായി യൂണിഫോമിൽ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. 2009-ൽ നാഷണൽ ഗാർഡിൽ ചേർന്ന ഖോർക്ക് പിന്നീട് ആർമി റിസർവിൽ മിലിറ്ററി പോലീസ് ഓഫീസറായി നിയമിതനായി. സൗദി അറേബ്യ, ഗൊണ്ടനാമോ ബേ, പോളണ്ട് തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിന് നിരവധി മെഡലുകളും ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. മെറിറ്റോറിയസ് സർവീസ് മെഡൽ മുതൽ ഗ്ലോബൽ വാർ ഓൺ ടെററിസം എക്സ്പെഡിഷറി സർവീസ് മെഡൽ വരെ നീളുന്ന അദ്ദേഹത്തിന്റെ അലങ്കാരങ്ങൾ ആ സൈനികന്റെ കരുത്ത് വിളിച്ചു പറയുന്നവയാണ്. അത്തരമൊരു കരുത്തനായ ഓഫീസറെയാണ് കുവൈത്തിലെ മണ്ണിൽ അമേരിക്കയ്ക്ക് നഷ്ടമായത്. 42 വയസ്സുള്ള നെബ്രാസ്കയിലെ ബെലവ്യൂ നിവാസിയായ നോഹ എൽ ടൈർജൻസ് ആയിരുന്നു കൊല്ലപ്പെട്ട മറ്റൊരു പ്രധാനി. 2006-ൽ ഒരു വെഹിക്കിൾ മെക്കാനിക്കായി ആർമി റിസർവിൽ ചേർന്ന അദ്ദേഹം വർഷങ്ങളോളം അമേരിക്കൻ സൈന്യത്തിന്റെ സാങ്കേതിക കരുത്തായി നിലകൊണ്ടു. ഇറാഖ് ക്യാമ്പയിൻ മെഡൽ ഉൾപ്പെടെ നിരവധി ബഹുമതികൾ നേടിയ ടൈർജൻസ് അമേരിക്കൻ സൈന്യത്തിന്റെ വിശ്വസ്തനായ ഒരു സാർജന്റ് ഫസ്റ്റ് ക്ലാസ് ഓഫീസറായിരുന്നു. ആർമി റിസർവിന്റെ അയോവ യൂണിറ്റിലെ തന്ത്രപ്രധാനമായ കണ്ണിയായിരുന്നു അദ്ദേഹം. ഖമേനിയുടെ വിടവാങ്ങലിന് പ്രതികാരമായി ഇറാൻ തൊടുത്തുവിട്ട ഡ്രോണുകൾ ടൈർജൻസിനെ പോലെയുള്ള അനുഭവസമ്പന്നരായ സൈനികരുടെ ജീവനാണ് കവർന്നെടുത്തത്. ഈ കൂട്ടത്തിൽ കൊല്ലപ്പെട്ട വനിതാ സൈനികയായിരുന്നു മിനസോട്ടയിലെ വൈറ്റ് ബെയർ ലേക്ക് നിവാസിയായ സർജന്റ് ഫസ്റ്റ് ക്ലാസ് നിക്കോൾ എം അമോർ. 39 വയസ്സുകാരിയാണ്. 2005-ൽ നാഷണൽ ഗാർഡിൽ ഓട്ടോമേറ്റഡ് ലോജിസ്റ്റിക്സ് സ്പെഷ്യലിസ്റ്റായി ചേർന്ന അവർ പിന്നീട് ആർമി റിസർവിലേക്ക് മാറി. 2019-ൽ കുവൈറ്റിലും ഇറാഖിലും വിന്യസിക്കപ്പെട്ട നിക്കോളിന് യുദ്ധമേഖലകളിൽ വലിയ പരിചയ സമ്പത്തുണ്ടായിരുന്നു. ആർമി കമാൻഡേഷൻ മെഡൽ ഉൾപ്പെടെ ഒട്ടനവധി ബഹുമതികൾ നേടിയ അവർ അമേരിക്കൻ സൈന്യത്തിലെ സ്ത്രീ സാന്നിധ്യത്തിന്റെ കരുത്തുറ്റ പ്രതീകവും കൂടിയായിരുന്നു. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾക്ക് സ്ഥാനമില്ലാത്ത ഈ യുദ്ധകളത്തിൽ നിക്കോളിന്റെ വിയോഗം അമേരിക്കൻ സൈന്യത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ടവരിൽ ഏറ്റവും ഇളയവനായിരുന്നു 20 വയസ്സു മാത്രം പ്രായമുള്ള ഡെക്ലാൻ ജെ കോഡി. 2023-ൽ മാത്രം ആർമി സർവീസിൽ ഇൻഫർമേഷൻ ടെക്നോളജി സ്പെഷ്യലിസ്റ്റായി ചേർന്ന ഈ ചെറുപ്പക്കാരന് തന്റെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. മരണശേഷം അദ്ദേഹത്തിന് സ്പെഷ്യലിസ്റ്റിൽ നിന്ന് സ്ഥാനക്കയറ്റം നൽകി രാജ്യം ആദരിച്ചു. നാഷണൽ ഡിഫൻസ് സർവീസ് റിബൺ ഉൾപ്പെടെയുള്ള ബഹുമതികൾ ചൂടിയ ഈ യുവാവിന്റെ മരണം അമേരിക്കയിലെ യുവതലമുറയെപ്പോലും ഈ യുദ്ധത്തിന്റെ ഭീകരത ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ്. ഓപ്പറേഷൻ എപിക് ഫ്യൂറി എന്ന് അമേരിക്ക വിളിക്കുന്ന ഈ സൈനിക നീക്കത്തിനിടെ മരിച്ച മറ്റ് 2 സൈനികരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കുവൈത്തിലെ പോർട്ട് ഷുഐബ എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ തന്ത്രപ്രധാനമായ ഒരിടമാണ്. അവിടെയുണ്ടായ ഈ സുരക്ഷാ വീഴ്ച അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെന്റഗണിനെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇറാന്റെ ആളില്ലാ വിമാന സംവിധാനങ്ങൾ അമേരിക്കയുടെ വ്യോമ പ്രതിരോധം തകർത്ത് എങ്ങനെ താവളത്തിനുള്ളിൽ പ്രവേശിച്ചു എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇറാന്റെ പുതിയ നേതാവ് മുജ്തബ ഖമേനി തന്റെ ആദ്യ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അമേരിക്കൻ താവളങ്ങൾ ഇനി ശ്മശാനങ്ങളാകുമെന്ന താക്കീത് ശരിവെക്കുന്ന തരത്തിലാണ് ഈ ആക്രമണം. തങ്ങളുടെ നേതാക്കളെ വധിച്ചതിന് ഇറാൻ നൽകുന്ന ഈ ക്രൂരമായ മറുപടി വരും ദിവസങ്ങളിൽ കൂടുതൽ കടുക്കുമെന്നത് ഉറപ്പാണ്. പശ്ചിമേഷ്യ കത്തിയെരിയുമ്പോൾ അവിടെ പൊലിയുന്നത് സാധാരണക്കാരുടെയും സൈനികരുടെയും വിലപ്പെട്ട ജീവനുകളാണ്. കുവൈത്തിൽ കൊല്ലപ്പെട്ട ഈ 4 സൈനികരും അമേരിക്കൻ സൈന്യത്തിന്റെ വ്യത്യസ്ത മുഖങ്ങളായിരുന്നു. ദശാബ്ദങ്ങളുടെ പരിചയ സമ്പത്തുള്ള ഓഫീസർമാർ മുതൽ കരിയർ തുടങ്ങിയ ചെറുപ്പക്കാർ വരെ യുദ്ധപകയ്ക്ക് ഇരയായി മാറുകയാണ്. ഇനിയും തിരിച്ചറിയാത്ത മറ്റ് സൈനികരുടെ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ഈ യുദ്ധത്തിന്റെ ആഘാതം ഇനിയും വർദ്ധിക്കും. അമേരിക്ക പ്രതികാരം ചെയ്യുമെന്നും ഇറാൻ തിരിച്ചടിക്കുമെന്നുമുള്ള വാശികൾക്കിടയിൽ രക്തം വീഴുന്നത് സാധാരണ മനുഷ്യരുടേതാണ്.